മോളെ കല്യാണം ആലോചിച്ചാലോ? സാങ്കല്പിക, ഒത്തിരി സന്തോഷിക്കണ്ട. ഓക്കെ, ഒരു പയ്യനുണ്ട്, സുന്ദരനാണ്, സുമുഖനാണ്, കാറൊക്കെ ഉണ്ട്, ലംബോർഗിനി ഇരുന്നോട്ട്, എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഒരൊറ്റ കുറവേ ഉള്ളൂ, നിങ്ങൾ തമ്മിൽ മാനസിക പൊരുത്തമില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? അതെന്താ കൊച്ചി അങ്ങനെ? എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ മാനസിക പൊരുത്തം വേണം. സ്വർണ്ണോ, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? മാനസിക പൊരുത്തം ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകുമോ? ഇത് തന്നെയാണ് ഇനി കരിയറിലും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാഷനോട് ചേർന്ന ജോബല്ല ഇനി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനപ്പൊരുത്തമില്ലാത്തൊരു വ്യക്തിയോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കുന്നതിന് തുല്യമായിരിക്കും അത്. പുറത്തു നിന്നുള്ള ഭംഗി കണ്ടുകൊണ്ട് ആ കമ്പനിയിൽ കയറിയാൽ, ആ ജോലിയിൽ കയറിയാൽ, അവിടെ കയറിയാൽ എല്ലാം സുഖമായിരിക്കുമെന്ന് ചിന്തിച്ച് അകത്ത് ചെല്ലുമ്പോൾ അതുമായിട്ട് നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള മേഖലയിലല്ല എന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ നോർമലി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഫെഡപ്പ് ആവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടുന്ന് ജോബിൽ നിന്ന് ഇറങ്ങി പോകാനായിരിക്കും സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. നിങ്ങളുടെ പാഷനോട് താല്പര്യമില്ലാത്തൊരു മേഖലയിൽ ദയവ് ചെയ്ത് വർക്ക് ചെയ്യാൻ പോകരുത്. വർക്ക് ചെയ്യാൻ പോയാൽ ആ മേഖലയിൽ വരാൻ പറ്റുന്ന ഒരാളുടെ അവസരം കൂടെ ആയിരിക്കും നിങ്ങൾ കളയാൻ പോകും. നിങ്ങൾക്ക് നല്ലൊരു അക്കൗണ്ടൻ്റ് ആകാൻ കഴിവുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ടീച്ചറാകാൻ പോകരുത്. കാരണം നിങ്ങൾ ടീച്ചറായാൽ ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന 50 പിള്ളേരുടെ ഭാവിയും കൂടി ആയിരിക്കും നശിപ്പിക്കാൻ പോകുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഇതൊന്നും സാറേ ഞങ്ങളോടല്ല പറയേണ്ടത്, ഞങ്ങളുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ ജോലി ചെയ്യേണ്ട സാഹചര്യമോ കാര്യമോ വീട്ടിൽ നിന്ന് നിർബന്ധം വന്നാൽ ചോദിക്കേണ്ടതാണ്, അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ ഞാൻ ഡിവോഴ്സ് ആയാൽ എന്നെ കുറ്റം പറയുന്നു.